പുറത്ത് പോകുമ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ അത് ഈ രണ്ടിടത്ത് 2 ഐസ്ക്രീംസ് വാങ്ങിച്ചു കൊടുത്തു. എങ്ങനെയുണ്ടടാ? നന്നായിട്ടുണ്ട്. ചിച്ചുവിന് എങ്ങനെയുണ്ട്? എന്നാൽ വേറെ ഫ്ലേവർ എടുക്കാന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കില്ല ഗൈസ്. രണ്ടുപേരും സെയിം ഫ്ലേവറാണ് വാങ്ങിയിരിക്കുന്നത്. എങ്ങനെ ടീയ? മറ്റേ ഐസ്ക്രീം പോലെ പുളിപ്പാണോ അതോ നല്ല മധുരം ഉണ്ടോ? മധുരം. അതെയോ? ഇഷ്ടമായോ കുഞ്ഞിന്? വേറെ ഒരു സങ്കടം. തീക്കുട്ടിയുടെ ഐസ്ക്രീം ഉണ്ടല്ലോ കഴിച്ചുകൊണ്ടിരുന്നത് എവിടെയോ നോക്കി കഴിക്കലായിരുന്നു. അതെവിടെ കിടക്കുന്നു ഗൈസ്? ട്വിൻ ടവർ താഴെ വീണു ഗൈസ്. ഇവിടെ ഒരാളുടെ ട്വിൻ ടവർ പകുതിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതെപ്പോൾ വീഴുന്നറിയില്ല. പക്ഷേ നമ്മുടെ ചിപ്പയുടെ എല്ലാം നശിച്ചു പോയി ഗൈസ്. ട്വിൻ ടവർ താഴെ വീണ് പൊട്ടിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞ ഗൈസ് നമ്മൾ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ആണ് നമ്മളിന്ന് ഇവിടെ പോകുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് അത്യാവശ്യം നല്ല രൂപയ്ക്ക് തന്നെ ഒരു 2000-3000 റേഞ്ചിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡാഡി കാർഡൊക്കെ നമുക്ക് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഗെയിം കളിക്കാൻ പോകണം. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ടിയ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സാധനമാണ്, മനസ്സിലായോ? ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അതല്ല, കളി അറിയാതെ പൈസ ഇടരുത് ടിയ. അപ്പൊ നമ്മള് സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് വേണം ചെയ്യാൻ. ഇല്ലാച്ച നമുക്കിതൊന്നും കിട്ടില്ല. നമ്മുടെ പൈസ വെറുതെ പോകുന്നല്ലാതെ ഒന്നും കിട്ടില്ല. അപ്പൊ എങ്ങനെയാ ടിയ? എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം. ഇതാ ഈ ഒരു സാധനം ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? യെസ്. അപ്പൊ നമ്മളിത് ക്യാഷ് എടുത്തിട്ട് നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതോ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. എന്താ VIP കാർഡാണോ? അതെനിക്കറിയില്ല. ഓക്കെ, സ്കാൻ ചെയ്തു. എന്നിട്ട് മറ്റേത് പ്രസ് ചെയ്തു. ഓക്കെ, then how to play? ഇപ്പൊ എല്ലാം ഇളകാൻ തുടങ്ങിട്ടോ അത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് then how to play this? Okay, catch. Okay. Then release. Okay. നമ്മൾ ഇത്രയും ഡയമണ്ട്സ് എടുത്തിട്ട് ഫൈൻ. ക്യാച്ച് ഇരിക്കണോ? ഓക്കെ. ഗൈസ് നമ്മള് ക്യാച്ച് ചെയ്തു. ഇനി തീക്കുട്ടി റിലീസ് അല്ല. തീക്കുട്ടി ഇത്രയും അയ്യോ അത് വന്നില്ല കേട്ടോ. റിലീസ്. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ചെയ്യല്ലേ പ്ലീസ്. നിക്കട്ടോ. ഗൈസ് നമ്മള് ഭയങ്കര കൺഫ്യൂഷനിലാണ്. എടാ, ഈ സാധനങ്ങൾ എടുക്കാനാണ് കേട്ടോ നമുക്ക്. നമുക്ക് കുറെ ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവൻ ടീക്കുട്ടിക്ക് കിട്ടിയതാ ഡയമണ്ട്സ് ആട്ടോ. കുറച്ചും കൂടി ചെയ്തേ ഗൈസ്. അങ്ങനെ നമുക്ക് 4 ഡയമണ്ട്സ്. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗെയിമിൽ നമുക്ക് 4 എണ്ണാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സാധനം നമുക്ക് ഇതിലേതാണ് എന്താണെന്നൊന്നും അറിയില്ല. കാർഡ് എവിടെ? എന്റെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്കപ്പൊ കാർഡ് ഇട്ട് അത്തിക്കുട്ടനൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പോവാട്ടോ. അതെ, കാർഡ് ഇട്ടു. കാർഡ് ഇട്ടിട്ട് ഇനി എന്താ ചെയ്യാ? ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാം. എനിക്ക് സാൻഡ്രിയോന്റെ കാർഡ് വേണം. നിനക്ക് ഏത് കാർഡ് വേണം? ഓക്കെ, ആ കാർഡ് വേണം. അപ്പൊ എങ്ങനെ കിട്ടും? കിട്ടിയോ? ഓക്കെ, ഇനി അടുത്തത് വെയിറ്റ്. കാർഡ് വരുമ്പോ ടീക്കുട്ടി പ്രസ് ചെയ്യും. അപ്പൊ അത് കിട്ടണം കേട്ടോ. എടാ നോക്കട്ടെ. അയ്യോ, അത് ലോക്ക്ഡ് ആണ്. ഓക്കെ. ഏതാ കാർഡ് കിട്ടിയേ? ലോക്ക്ഡ് ആണ്. സ്റ്റാഫിനൊക്കെ തുറക്കാൻ പറഞ്ഞു. ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതാ ചേട്ടൻ തുറന്നിട്ട് നമുക്ക് ഒരു കാർഡ് എടുത്തു തരും കേട്ടോ. അങ്ങനെ നമ്മുടെ 1 കാർഡ് കിട്ടിയിട്ട് അതെന്താ സാധനം? എനിക്കൊന്നും അറിയില്ല. ഓപ്പൺ ചെയ്യും. ഓൺ ദ സ്പോട്ട് ഓപ്പണിങ്. നമുക്ക് അതെ. ഏതാ? വേണ്ട, കഴിഞ്ഞോ? 1 മിനിറ്റ്. ഓപ്പൺ. ഓൺ ദ സ്പോട്ട് ഓപ്പൺ. എനിക്ക് വേണ്ടത് ഇതിലേതാ? ഓക്കെ, നമുക്ക് എന്താ കിട്ടേ നോക്കാം. കുറോമയാണ് തോന്നണോട്ടോ. കുറോമയാണോ?
ഗൈസ് നമുക്ക് ഈ ഒരു സാധനമാണ് കിട്ടിയത് കേട്ടോ. 3-4 സാധനം എനിക്ക് റെയർ ആണെന്നൊന്നും അറിയില്ല. ഇതും അത്യാവശ്യം റെയർ സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലെ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു അടുത്തതിൽ പോവാം. അങ്ങനെ നമുക്ക് 2 സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു സാധനം നമ്മൾ പഠിക്കാൻ പോവാണ്. ക്ലോ ഫീവർ മെനി എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അപ്പൊ ടിയ എടാ ചിക്കു മമ്മയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്താടാ, ഇതൊന്ന് എടുത്താടാ. ഇത് വേണ്ട. നോക്കി ഇവർക്ക് ഇത് വേണ്ടെന്നാ പറഞ്ഞു. ഇത് വേണ്ട, ഇത് മതി. ശരി, 2 പേരും ഇരുന്നിട്ടുണ്ട്. കിട്ടോ അതോ പൈസ പോവോ? വെയിറ്റ് നോക്കാം. ഒരു മിനിറ്റ്, എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു സെക്കൻഡ്, നമുക്കൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനമാണ്. ഇതിനുള്ളിൽ വലിയ സാധനങ്ങളാട്ടോ. ശരി, ഓക്കെ. തട്ടിക്കുട്ടി കാർഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിലിപ്പോ വലിച്ചെടുക്കുമ്പോ വല്ല സാധനങ്ങൾ കിട്ടുമോ അതോ ഒന്നും ഇല്ലയോ എന്നൊരു ഐഡിയ ഇല്ല. വഴക്കൂടലേ. ഒരു മിനിറ്റ്, ടീക്കുട്ടി മൂവ് ചെയ്യുന്നുണ്ട്. ടീക്കുട്ടി മറ്റേ അടിയിലെ ഒരു സാധനമാണ് കേട്ടോ നോക്കുന്നേ. ദൈവമേ, കിട്ടോടാ ടിയ? അത്തിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണ പോയി പോയടാ, എല്ലാം പോയി ഗൈസ്. പൈസ പോയി ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും കൂടെ ചെയ്യാം. അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാർഡ് എടുക്ക്. ഇത് ചെയ്യാം. ക്ലോഫ് ഇതെന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതില് കൊറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. വഴക്ക് കൂടല്ലേ? അത്തിക്കുട്ടന് കറക്റ്റ് ആയിട്ട് അറിയും. ഓക്കെ, ഇത് അത്തിക്കുട്ടൻ ചെയ്യട്ടെ കേട്ടോ. ടിയ മാറ്. അതി കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ദൈവമേ, എന്താവും അറിയില്ല കുഞ്ഞേ. ഓക്കെ, നമ്മുടെ അത്തിക്കുട്ടൻ മൂവ് ചെയ്യിക്കാൻ കുട്ടിയൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ കിട്ടണ്ടേ. ഇവിടെ അത്തിക്കുട്ടൻ എന്തോ ഭയങ്കര അത്തിക്കുട്ട, യു ക്യാൻ ഡു ഇറ്റ്. അതെന്താണ്? ഞാനൊന്നും അമർത്തിയില്ല ഗൈസ്. നീയാണ് അമർത്തിയത്. ഓക്കെ, മെല്ലെ സ്ലോലി. ടീക്കുട്ടി ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ദൈവമേ, ഇനി മുകളിലോട്ട് വരുമ്പോണ്ടാവും. നമ്മളിന്ന് ആരെയാണോ കണി കണ്ട് വന്നത്? 2 പേരും തോറ്റ് തുന്നം പാടി. വേഗം കാർഡ് എടുത്തോ, വേഗം കാർഡ് എടുത്ത്. ഒന്നും കിട്ടിയില്ല ഡാഡി. ഗൈസ്, നമ്മളിപ്പം ലബൂബുവിന്റെ ഒരു ടോയ് ഇതാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത്. റിയൽ ലബൂബു ആണ്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അപ്പൊ ടീക്കുട്ടിയും അതികൊണ്ടും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. എറർ ആണോ? 2ാമത്തെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഗൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ 2 പേരും കൂടി ഇങ്ങനെ തിരിക്കുന്നുണ്ട്. നമ്മളിത് അവിടുത്തെ മെഷീൻസ് ഒക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്തായി? ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം വരെ തൊടണ്ടാവും. എന്തായി? നമുക്ക് വീണ്ടും അതേ ഒരു ചെറിയൊരു അറ്റംപ്റ്റും കൂടി നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അയ്യോ പോയി രീതിയില്. ഒരു മിനിറ്റ്. പോവാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒരു സെക്കൻഡ്, അവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. ഇവിടെ എത്തട്ടെ. ഇവരെല്ലാം എന്തെങ്കിലും ഒരു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഡയമണ്ട് അല്ലാതെ എന്തെങ്കിലും കൂടെ കിട്ടുമോ? കഴിഞ്ഞോ ഗൈസ്? അവിടെ ഉണ്ടോ? പാപ്പോ ഗൈസ്, ഇതാരായിരിക്കുന്നേ? ഡാഡി പറയൂ, അത് ആരാ പറയൂ? അത് ആരാന്ന് പറയൂ. അങ്ങനെ പറയാൻ പറ്റില്ല. ഡാഡി വലിയൊരു ബിസിനസ് ഓണർ അല്ലേ, മര്യാദക്ക് അത് ആരാന്ന് പറഞ്ഞു. അതറിയില്ല. ടീക്കുട്ടി, അത് ആരാടാ? ചക്കി. അതാണ് ചക്കി. അതൊരു ഹൊറർ ക്യാരക്ടറാണ്, ഈവിൾ ക്യാരക്ടറാണ്. അതാണ് ഹൊറർ ഫിലിംസ് കാണണമെന്ന് പറഞ്ഞത്.
അയ്യോ ടിയ come this side. ഇതിലെ വാ. അയ്യോ അത് നോക്കി അവിടെ നിക്കടാ ആ സൈഡ്. ഓ ഇതൊരു അടിപൊളി സാധനം കേട്ടോ. ഇത് നോക്കിയേ. ഓ അതെന്താ സാധനം? ഇങ്ങനെ ഹായ് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നേ. ഇവിടെ കുറേ ഹായ് കാണിക്കലുണ്ട് കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ലുക്കിംഗ് സൂപ്പർ. പക്ഷേ ഇതൊരെണ്ണം ചെയ്യാനായിട്ട് 38 റിങ്കറ്റ് വേണം എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ തലയാട്ടുന്നത് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട്. വേണ്ടടാ, പക്ഷെ ടീക്കുട്ടിക്ക് അങ്ങനെ ആഗ്രഹിച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ട്. വേണോ? ഷോ ഇവിടെ വെറൈറ്റി നോക്കി എന്ത് ഭംഗിയാന്ന്. ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് ഗൈസ്. വെയിറ്റ് ചെയ്യൂ, നാളെ ഈസ് അവർ ഷോപ്പിംഗ് ഡേറ്റ്. ഈ കുട്ടി ഇങ്ങനെ അത്തിക്കുട്ടി ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ദേ ഇവിടുത്തെ ആ തങ്കുച്ചീച്ചി ഉണ്ടാക്കുന്ന ആ സാധനം, ദേ ഈ സാധനം, ഇതിനെന്താ നീ പറയാ? എന്തോ ഒരു സാധനം ഗൈസ്. തങ്കുച്ചേച്ചിൻ്റെ ഫേവറേറ്റ് പാഷനേറ്റാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സൂപ്പർ സാധനം കേട്ടോ. എന്ത് രസമാണ് നോക്കിയതെല്ലാം കാണാൻ. പിന്നെ ഇവിടെ മൊത്തം ഫുള്ളി ജ്വൽസാട്ടോ. ഇവിടെ ഇതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ഇവരൊക്കെ എന്താ ഇങ്ങനെ ടൈപ്പ് ചെയ്യണേന്നാണ്. എല്ലാവരുടെ കയ്യിൽ ഓരോരോ ഫോൺ ഉണ്ട് ടിയാ. എവ്രി വൺ ഈസ് ബിസി ടൈപ്പിംഗ് സംതിങ്. ഓക്കെ, ഇത് മൊത്തം ബാങ്കിളുടെ കളക്ഷനാട്ടോ. ബാങ്കിൾസ് ഉണ്ട്. അയ്യോ എന്ത് ഭംഗിയാ നോക്കിയേ.